ഒരു നാടൻ രീതിയിൽ വരട്ടെ കേട്ടോ. കാരണം എന്താണെന്നറിയോ, എല്ലാവരും ചോദിക്കുന്നു എന്താ ചേച്ചി വീഡിയോ ഇടാത്തതെന്ന്. ഞാൻ ഒരു ആയുർവേദ കുളിയിലേക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മുടിയൊന്നും ഞാൻ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഇനി അതൊന്നും ഒരു അഭംഗിയായിട്ട് തോന്നണ്ട. ചില നമ്മൾ വീഡിയോയിലൊക്കെ വന്നിരുന്ന ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇച്ചിരി ഭംഗിയും ഗ്ലാമറൊക്കെ വേണമല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് വ്യത്യസ്തമായിക്കോട്ടെ. കുളി കഴിഞ്ഞിരുന്നിട്ട് ഒന്ന് ഒന്ന് നിങ്ങളോട് സംവദിച്ചേക്കാം എന്ന് വിചാരിച്ചു. കാരണം കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, പറയണം എന്നൊക്കെ. അപ്പോൾ ഞാൻ 2-3 ദിവസങ്ങളൊക്കെ കൊണ്ട് കുറേ ഷോർട്സൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ റെനോവേഷൻ ഇട്ടിരുന്നില്ലേ. അതായത് പപ്പ പണിത വീടാണ് അത്. കുറേ പേര് പിന്നെയും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണേ, അരവിന്ദിൻ്റെ പപ്പ പണിത വീടാണ്. ഞങ്ങളത് റിനോവേറ്റ് ചെയ്തു മാത്രം. പക്ഷേ ഇക്കാലത്തെ റെനോവേഷൻ അറിയാലോ, കൈവിട്ട് പോകും. നമ്മളുടെ എല്ലാ തിങ്സും കോസ്റ്റ്ലിയാണ്. പക്ഷേ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് ആരുടേതാണെങ്കിലും, സ്വന്തം അച്ഛൻ്റെ ആണല്ലോ, വേറെ ആരുടെ അല്ലല്ലോ. അപ്പോൾ അതായത് നമുക്ക് ഒരു പ്രോപ്പർട്ടി നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹിസ് ഫാദേഴ്സ്. അദ്ദേഹത്തിന് വേറെ 2 മക്കളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അനുജൻ മുകളിൽ കുറച്ച് റിനോവേറ്റൊക്കെ 10 വർഷം മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ച് പോയ സ്ത്രീകളുടെ അടുത്തുനിന്ന് ആരും അങ്ങനെ റെനോവേഷന് വേണ്ടിയിട്ടൊന്നും ചോദിക്കാറില്ലല്ലോ. ചോദിച്ചാലും അവർ തരില്ല. അമ്മ പറയുകയുണ്ടായി. പക്ഷെ അപ്പോൾ അവർക്ക് ദേഷ്യം വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത് ഞാൻ തുറന്നു പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, പലരും ചോദിച്ചു എന്നോട്, നിങ്ങളെന്തിനാ അപ്പോൾ അത് ചെയ്തത്, നിങ്ങളുടേതല്ലല്ലോ എന്ന്. അങ്ങനെ ഇല്ല. ഇതിനകത്ത് എല്ലാം വന്നിരുന്ന് പറയണ്ടെന്ന് ഒരാൾ പറയണ്ടായി. ആ ആൾ ഇന്നലെയും എന്നോട് ഏറ്റുമുട്ടാൻ വന്നു. എന്താ, ചെറിയ കാര്യം, വലിയ കാര്യമൊന്നും അല്ല. പക്ഷെ നമുക്ക് ഇതിനകത്തുള്ള ഏറ്റുമുട്ടലൊക്കെ നമ്മൾ തുറന്നു പറയുന്ന ആൾക്കാരാണല്ലോ. അതിനകത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഈ എഴുതി വെച്ച് കീറിക്കളയോ നിങ്ങൾക്ക് ആരുണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്ന് ഏതോ ഒരുത്തി പറഞ്ഞു എന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരോ ഒരുത്തി. അങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ആരോ ഒരുത്തി എന്ന് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ആരോ ഒരുത്തി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ അവരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ അവമാനിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതായത് ആ പറഞ്ഞ ആളുടെ അവർ പറഞ്ഞോട്ടെ, ഞാനത് കേട്ടതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആരോ ഒരാൾ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും തോന്നൂല. ഒരുത്തി എന്ന് പറഞ്ഞതാണോ കുഴപ്പമായത്? ആ പ്രയോഗം ശരിയല്ലെന്ന്. അതായത് എന്നോട് നമ്മൾ ഇപ്പം ഇങ്ങനെ കാഷ്വലായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ജോളി ദേവാണ് അത് പറഞ്ഞത്. ജോളി ദേവ് എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ വിളിച്ച് പറയൂ കേട്ടോ. ആരാണെങ്കിലും ഞാൻ പറയും. നല്ലതാണെങ്കിൽ സന്തോഷം, നല്ലതല്ല എനിക്കിങ്ങനെ എന്തെങ്കിലും പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയും. ഓക്കെ, ദാറ്റ് ഈസ് മീ. പിന്നെ കുറേ പേര് വന്ന് ചോദിച്ചു, ചേച്ചി എന്താണ് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എനിക്ക് ചോദിക്കുന്നത്, ചേച്ചി എന്താ വരാത്തേ, 3-4 ദിവസം ആയല്ലോ, അസുഖം വല്ലതും ആണോ? അപ്പോൾ അവരുടെയൊക്കെ കൺസേണിന് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ വിചാരിച്ച് ഇന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം. ജോളി ദേവിൻ്റെ അഭിപ്രായത്തിന് എനിക്ക് എന്താണ് മറുപടി എന്നുള്ളത് പറയുകയും ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്നത് കേട്ടോ. അപ്പോൾ ദേവാസ് എന്നുള്ളത് പപ്പയുടെ പേരാണ്. സഹദേവൻ എന്നാണ് പപ്പയുടെ പേര്. പപ്പ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ബംഗാൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് അധികവും ആസാമിലുണ്ടായിരുന്നത്. അപ്പോൾ NS ദേവ് എന്നാണ് പപ്പ അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ദേവ് എന്നുള്ള പേരിലാണല്ലോ അമ്മച്ചിയെ എല്ലാവരും മിസ്സസ് ദേവ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കതൊക്കെ ഒരു അതിശയമായിരുന്നു. വനിതയുടെ പുറകിൽ മിസ്സിസ് നായരുണ്ട്. മിസ്സിസ് MK നായരോ അങ്ങനെയായിരുന്നില്ലേ, മിസ്സിസ് നായർ എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തി വരുമായിരുന്നു. പിന്നെ അത് നിർത്തി കളഞ്ഞു. എപ്പോഴും ഇപ്പം വേറെ ഒരു ലേഡിയാണ് അല്ലേ, ലേഡീനെയാണ് വരയ്ക്കുന്നത്. ആ കാർട്ടൂൺ വരച്ചുകൊണ്ടിരുന്ന ആളെ നിർത്തിയും തോന്നുന്നു. അവരുടെ കോൺട്രാക്റ്റ് തീർന്നാണുമായിരിക്കും, എന്താണെന്നറിയില്ല. അപ്പോൾ എനിക്കിതൊരു നല്ല രസമുണ്ടല്ലേ കേൾക്കാനായിട്ട്. എനിക്ക് പേരുകളോട് ഭയങ്കര മമതയാണ്. ഞാൻ എൻ്റെ പേരിങ്ങനെ ഗ എന്ന് പറഞ്ഞങ്ങ് തീർന്നു പോകുന്നത് കൊണ്ടും അർത്ഥമില്ല എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, അച്ഛന് വേറെ പേരൊന്നും കിട്ടിയില്ല. അപ്പം അച്ഛൻ പറയും, മോളെ ഞാൻ ജാതകത്തിനകത്ത് ലക്ഷ്മി എന്നാണ് എഴുതിയിരുന്നേ നിനക്ക് പേര്. അപ്പം ഈ അമ്മ പറഞ്ഞു കുറച്ചുകൂടെ മോഡേൺ പേര് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ചേച്ചി തപ്പിക്കൊണ്ടുവന്ന പേരാണ് ആഗ എന്ന് പറഞ്ഞു. ആശ എന്നല്ലോ അമ്മ. അപ്പോൾ ആശ ടീച്ചറുടെ മോള് ആഗ. എല്ലാവരും അങ്ങനെ പറയും, ഇത് എന്തുട്ട് പേരാ അങ്ങനെയൊക്കെ പറയുമായിരുന്നു പണ്ടെല്ലാവരും. എന്തിട്ട് എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാൻ അച്ഛനോട് വന്ന് കംപ്ലയിൻറ്റ് പറയുക, അച്ഛ എന്തുട്ട് പേരാന്നൊക്കെ ചോദിക്കണം. എന്തുട്ടെന്നൊന്നും പറയാൻ പാടില്ല അച്ഛി, നന്നായിട്ട് സംസാരിക്കും മോളെ, എന്താണ് അങ്ങനെ പറയാവുള്ളൂ എന്ന് പറയുമായിരുന്നേ. അപ്പോൾ തൃശ്ശൂർക്കാർ കേട്ടാൽ എന്നോട് ദേഷ്യം വരും. അവർക്കതാ ഇഷ്ടം. അവർ പറയണ എന്തുട്ടാ എന്ന് പറയണത്, അത് കേൾക്കാനൊരു രസമുണ്ടല്ലേ. എനിക്ക് കുറേ തൃശ്ശൂർ ഫ്രണ്ട്സ് ഉണ്ട്, അവരതങ്ങനെയാണ് പറയുക. സോ
പറഞ്ഞു വന്നത് ഈ പേരിൻ്റെ ഇത്. അപ്പോൾ അരവിന്ദിൻ്റെ പേര് വന്നപ്പോൾ ആഗ അരവിന്ദ് എന്ന് ഞാനിങ്ങനെ കൂട്ടി എഴുതി നോക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ പേര് ആഗ ഭാസ്കർ എന്നാണ് ഇട്ടിരുന്നത്. സിസ്റ്ററൊക്കെ എന്നെ ഫസ്റ്റ് എന്നെയാണ് എല്ലാത്തിനും പിടിക്കുക. പേര് ഫസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വിളിക്കപ്പെടും എല്ലാ കാര്യങ്ങൾക്കും അല്ലേ. പക്ഷേ ഐ യൂസ് ടു ലവ് ദാറ്റ് കേട്ടോ. എപ്പോഴും ഈ മുമ്പിൽ നിന്ന് തള്ളി കയറുന്ന പരിപാടി എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ. എൻ്റെ എന്താ പറയുക, ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരവിന്ദ് എന്ന പേര് വന്നപ്പോൾ എല്ലാവരും കല്യാണക്കുറിയൊക്കെ കണ്ടപ്പോഴേ എല്ലാവരും പറഞ്ഞു നോക്കുമായിരുന്നു, എന്ത് രസമാണ്, നന്നായി ചേരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അച്ഛൻ്റെ പേരെടുത്ത് മാറ്റി. ഇന്നത്തെ പിള്ളേരൊന്നും മാറ്റൂല. അവർ പറഞ്ഞു എന്തിനാണ് ഞങ്ങൾ പേര് മാറ്റുന്നത്. എനിക്കതൊക്കെ ഒരു വലിയ കാര്യമായിരുന്നു കല്യാണം കഴിച്ചപ്പോൾ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ. ഐ ഹാഡ് ദാറ്റ് എന്താ പറയുക, പ്രൗഡ് ഇതൊക്കെ. കാരണം മിസ്സസ് ഭാസ്കർ എന്ന് വിളിച്ചു കളയും. അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ. അപ്പോൾ അതിൽ നല്ലതല്ലേ അത്. ഐ എം നോട്ട് മിസ്സസ് ഭാസ്കർ അല്ലേ, ഐ എം മിസ് ഭാസ്കർ. അപ്പോൾ എനിക്ക് മിസ്സസ് അരവിന്ദ് എന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചതാണ്, അങ്ങനെ ചെയ്താണ്. ഇപ്പം ഈ എന്താ പറയുക, ആർമിയിലൊക്കെ പോകുമ്പോഴേ അവരെപ്പോഴും ഹസ്ബൻഡിൻ്റെ പേര് കൂട്ടിയിട്ട് തന്നെയാണ് വെക്കുക. അപ്പോൾ മിസ്സസ് ഭാസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മായി, വലിയ അമ്മായി, അമ്മയുടെ മൂത്ത ബ്രദർ കേണലായിരുന്നു. പുള്ളിയുടെ വൈഫിനെ മിസ്സസ് ഭാസ് എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെ ഒരു പണ്ടത്തെ ഒരു രസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പപ്പ ഈ പേര് അങ്ങനെ ദേവാസ് എന്ന് പപ്പ ഇട്ടതാണെന്ന് ഇന്നലെയും അരവിന്ദ് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഇതിനൊരു മര്യാദയ്ക്കുള്ളൊരു നല്ല ഭംഗിയുള്ള ഫലമൊക്കെ ഉണ്ടാക്കി അവിടെ പിടിപ്പിച്ചു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കാണും കേട്ടോ. ഇൻസ്റ്റഗ്രാമിലുള്ളവരും അതിൽ കയറി കാണും, അതിലും കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ ഒരു മനോഹാരിത എല്ലാവരും കണ്ടോട്ടെ എന്ന് വിചാരിച്ചേനെ. പിന്നെ കാണാൻ ഇഷ്ടപ്പെടാത്തവരും സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ ചില കാര്യങ്ങളൊന്നും ചിലർക്ക് ഇഷ്ടമല്ല. എല്ലാവരും ഇഷ്ടപ്പെടുത്തില്ലല്ലോ, വേണ്ട. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിവേഴ്സിലേക്ക് അർപ്പിച്ച് ചെയ്യുക. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ട് വരും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് തടസ്സങ്ങളില്ലാതെ പല കാര്യങ്ങളും നടക്കും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ആമുഖം. പറയാനുള്ള ഒരു ടേക്ക് അവേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പം പൂരങ്ങളുടെ സമയമാണല്ലോ. ഇപ്പം മാവേലിക്കരയിൽ അവിടെ ചെട്ടികുളങ്ങര കണ്ടത്തിലിങ്ങനെ നിരത്തി വെക്കും നമ്മുടെ അമ്മയുടെ കെട്ടുകാഴ്ച, തമ്പുരാട്ടി അമ്മയുടെ. നല്ല രസമാണ് കാണാൻ. ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നതേ. അരവിന്ദിൻ്റെ കൂടെ വരണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നാലേ അവിടെ നിന്നാൽ മതിയായിരുന്നു. വീടൊക്കെ പണിതൊക്കെ കഴിഞ്ഞതല്ലേ. പിന്നെ വണ്ടിയില്ല കേട്ടോ ഞങ്ങൾക്കിപ്പം. അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും അവരൊക്കെ കൊണ്ടുപോകട്ടോ, വിളിച്ച് പറഞ്ഞാൽ നമ്മൾ എന്തായാലും കൊണ്ടുപോകും. അല്ല ഞാൻ പിന്നെ വിചാരിച്ചു ആരൊന്നും കൂടെ വേണം, എനിക്കൊരു രസം വേണമെങ്കിൽ അല്ലേ അതിനൊക്കെ പോകാൻ. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഓരോരോ റീൽസ് കാണുമ്പം ഞാൻ കാണുകയായിരുന്നു. പക്ഷെ അവിടെ ഞാൻ ആനയെ കണ്ടില്ല. ഈ എഴുന്നള്ളിപ്പിനകത്ത് ആന വരുന്നത് കണ്ടില്ല. ഈ കെട്ടുകാഴ്ചയിൽ മനുഷ്യർ തന്നെയാണ് വലിച്ചുകൊണ്ട് വരുന്നത്, ഈ കുതിരയും കാളയൊക്കെ കേട്ടോ. ഇപ്പം ഈ കാളകെട്ടിന് പോയപ്പോഴൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓ ദൈവമേ, ഇത് ആനയെങ്ങാനും ആയിരുന്നെങ്കിൽ. എനിക്ക് ഇച്ചിരി പേടിയാണ്. കാര്യം ദൂരെ നിന്ന് കാണാനും തൃശ്ശൂർ പൂരത്തെ പറ്റി പറയാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കുടമാറ്റമൊക്കെ എനിക്ക് സ്ക്രീനിൽ കാണാൻ ഇഷ്ടമാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയണ്ടായിരുന്നു, തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ലെങ്കിൽ ചേച്ചി നിങ്ങളുടെ ലൈഫ് വ്യഥമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം കാണേണ്ടത് അത്യാവശ്യമാണെന്ന്. അത് കണ്ടിരിക്കണമെന്ന് വൺസ് ഇൻ എ ലൈഫ് ടൈം കാണുന്നുണ്ട്. പക്ഷേ ഈ ആനയോടൊരു ചെറിയ പേടി കിടപ്പുണ്ട്. കാര്യം ഞാൻ പറയാവേ. കുറേ ആനക്കഥകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവരുടെ മസ്തിഷ്കം വളരെ വലുതായതുകൊണ്ടേ അവർ എവിടെയെങ്കിലും വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞ് പരിഭവം നമ്മളുടെ മേലിലുണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാൽ കാണണേ നമ്മളുടെ ചൂര അവർക്ക് കിട്ടുമെന്നാണ് പറയണേ. ഇതിനു മുമ്പ് ഞാനൊരു പ്രാവശ്യം ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ആനയുടെ. ഇപ്രാവശ്യം ആനയുടെ കാര്യമാണ് കേട്ടോ പറയാൻ കാര്യമുണ്ട്. അത് ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് വരാം. ഈ ആന കുറേ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം കുറേ ഈ മരുഭൂമിയിൽ അങ്ങനെ കാടോ മരുഭൂമിയിലേക്ക് അങ്ങനെ എങ്ങാണ്ടാണ്, ഒരു സൗത്ത് ആഫ്രിക്കൻ സഫാരിയിൽ എങ്ങാണ്ട് ആരണ്ട് പോകുമ്പം ഒരാൾ പറയും, നിങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ്. പണ്ടത്തെ കഥയാണ്, പണ്ടുള്ള കഥയാണ്. അപ്പം അങ്ങനെ പോകുമ്പം നിങ്ങൾ ആനക്കുട്ടികളെയൊക്കെ കാണും, നിങ്ങൾക്ക് അതെയൊക്കെ കൊന്ന് തിന്നാൻ തോന്നിപ്പോവും, അത്ര വിശപ്പായിരിക്കും. പക്ഷെ ഒരിക്കലും ആനക്കുട്ടികളെ മാത്രം നിങ്ങൾ ഉപദ്രവിച്ചേക്കരുതെന്ന് പറഞ്ഞു വിടും ഈ എക്സ്പെഡിഷൻ നടത്തുന്ന ടീമിനോട്. ഇവരിങ്ങനെ പോയി പലരും വിശപ്പ് കൊണ്ട് മരിച്ചു പോവുകയൊക്കെ ചെയ്തു, എക്സ്പെഡിഷന് പോകുന്ന ആൾക്കാരെ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ 5-6 പേര് വന്ന്, അപ്പം 6-7 പേരുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇനിയിപ്പോൾ പറ്റില്ല, നമുക്കിനി ആനക്കുട്ടിയെ കണ്ടാലൊക്കെ കൊന്ന് തിന്നേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആന ഇങ്ങനെ
2-3 ഇങ്ങനെ പ്രസവിച്ച് കിടക്കുകയോ ആ ആന എന്തോ അപ്പുറത്തേക്ക് മാറുന്ന സമയത്ത് ഒരെണ്ണത്തിനെ എടുത്തിട്ട് ഓടുവർ, ചെറിയ കാഫിനെ എന്നാണ് കഥയാണേ, ഞാൻ വായിച്ചാണ് കേട്ടോ, റൂമിയുടെ കഥകളിൽ എഴുതിയിരുന്നതാണ്. അത് ഈ ആനയുടെ ബ്രെയിനിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതിയ കഥയായിരിക്കും. എന്നിട്ട് കുറേ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർ ഇതിനെയൊക്കെ കൊന്ന് തിന്ന് കുറേ ദൂരം പോയിട്ട് ഈ ആനയെ എങ്ങനെയോ കൊന്ന് തഴിച്ചിട്ട് ഒരാൾ മാത്രം പറഞ്ഞു, ഞാൻ ആ ഡാർവിഷ് പറഞ്ഞത്, അതായത് ആ പണ്ഡിതൻ പറഞ്ഞതിനനുസരിച്ച് ഞാൻ പെരുമാറുള്ളൂ, എനിക്കിതൊരു കഷ്ണം പോലും വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ കഴിച്ചില്ല. അയാൾ അവിടെ അതിനകത്ത് തൊട്ടിയിൽ കണ്ട വെള്ളം എടുത്ത് കുടിച്ചിട്ട് അയാൾ അവിടെ കിടന്ന് എല്ലാവരും ഉറങ്ങുകയാണ്. ഉറങ്ങി കഴിയുമ്പോൾ ഇങ്ങേരും ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആന ഉണ്ടല്ലോ, ഈ ആനക്കുട്ടിയുടെ അമ്മ പിടിയാന മണം പിടിച്ച് വരികയാണ് ഇവരുടെ. അത്ര ദൂരേന്ന് അത് വന്നു, അത്ര 2-3 ദിവസം കൊണ്ട്, എങ്ങനെയാണെന്നറിയില്ല, അത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ കിടന്ന് ഉറങ്ങുന്നവരെ എല്ലാം തുമ്പിക്കൈ വെച്ച് ചുഴറ്റി അടിച്ച് കൊന്നു. ഇയാളെ മാത്രം ഒന്നും ചെയ്യാതെ അത് തിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബ്രെയിനാണ് അതിന്. ഇത് മണം പിടിച്ച് വരാനും അതേപോലെ മുഖം മനസ്സിലാക്കി വെക്കാനും ഒക്കെ ഭയങ്കര കഴിവുണ്ട് അത്ര. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഇന്ന് നടന്ന ഒരു റീല് കണ്ടതാണ്, ഷോർട്സിൽ ഞാൻ കണ്ടതാണ് റീലിൽ. ഇതിലായിരുന്നു, എനിക്ക് തോന്നുന്നു മനോരമ ന്യൂസിൻ്റെയാണ് എന്തോ ഒരു ഇതിൽ പറഞ്ഞാണ്, ഏതോ അമ്പലത്തിലെ പൂരം, ആ പൂരത്തിന് ഒരു ആന നിൽക്കുകയാണ്. ആ ആനയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു തിരുമേനി കയറാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല, അതിൻ്റെ കാത് പിടിച്ച് വലിക്കുന്നു, മുകളിലേക്ക് കയറുന്നു, അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ശ്രമിച്ചു മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തില്ലേ ഈ ആന എന്തോ ചെയ്തു, ഇടഞ്ഞിട്ട് മുമ്പിൽ നിൽക്കുന്ന ആളെ കാലുവാരി അടിച്ചു. ആലോചിച്ച് നോക്കിയേ, അടിക്കോ എന്തോ പറ്റി, അതിന് പരിക്ക് പറ്റി. നമ്മൾ ഒരു കാര്യമുണ്ട്, ഇത് വലിയൊരു മൃഗമാണ്, ആ മൃഗത്തിനെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിലൊക്കെ ഒരുപാട് ആളുകളെ ഈ പറഞ്ഞ പോലെ ആനകളെ ടൈം ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടുവന്ന് നിർത്തുന്നതെന്ന് കേട്ടിട്ടുണ്ടേ. പക്ഷേ നമ്മുടെ ഈ കാര്യത്തിൽ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളിൽ ചിലപ്പം ടൈമിങ് ഇൻ ദ സെൻസ് അവർക്ക് വേണ്ടുന്ന കെമിക്കൽസും അതും ഇതൊക്കെ കൊടുത്ത് ഡോക്ടറിനെയൊക്കെ വെച്ച് വെറ്റിനറി ഡോക്ടറെയൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും കുഴപ്പമുണ്ടാവില്ലായിരിക്കും, അവർ അതിനോട് താരതമ്യം പ്രാപിച്ച് നിൽക്കാവുന്ന രീതിയിൽ. ഈ കുഞ്ഞ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതിന് ഇനി അതുപോലെയുള്ള മതപ്പാടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ ഈ സന്ദർഭങ്ങൾ വല്ലവരും ചെയ്തിട്ടുണ്ടോ ആർക്കറിയാം. ഇതേപോലെ തന്നെ ഒരു ട്രാഫിക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു കള്ളുകൂടിയൻ, ഈ ആനയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനയുണ്ടല്ലോ പോയി കഴിഞ്ഞു അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കിട്ട് ഒരു തട്ട് കൊടുത്തു ഇതിൻ്റെ കാലുകൊണ്ട്. എന്നിട്ട് ഇത് വീണു കഴിഞ്ഞപ്പോൾ ആന കവച്ച് വെച്ച് പോയി, ചവിട്ടിയായിരുന്നെങ്കിൽ തീർന്നേനെ അവിടെ. അപ്പോൾ ആനയെ ഉപദ്രവിച്ചുകൊണ്ടായിരിക്കില്ല അവിടെ, ചിലപ്പോൾ അതിൻ്റെ മണം ഇഷ്ടപ്പെട്ട് കാണില്ല, മദ്യത്തിൻ്റെയോ എന്തോ ഒരു ഇഷ്ടക്കേട്. ഇത് മുമ്പിൽ നിന്ന ആളെയാണ് ആ ആന ചെയ്തത്. ഇതിന് മുമ്പ് അവൻ വല്ലതും ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവം തമ്പുരാനറിയാം. ഈ പാപ്പാമാരെല്ലാം കൂടെ ഇട്ട് കൊത്തുന്നു അതിനെ, എന്താണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ ഇനിയും കൂടുകയല്ലേ ഉള്ളൂ. എൻ്റെ ദൈവം, എനിക്കത് കണ്ടിട്ടുണ്ടല്ലോ, എന്തൊരു കഷ്ടമാണ്. ശരിയാണ്, നമ്മുടെ പൈതൃകം വേണം കേട്ടോ. എനിക്ക് തൃശ്ശൂർ പൂരം അതിലൊന്നും ആനയില്ലാതെ ആലോചിക്കാൻ പോലും വയ്യ. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു തക്കതായിട്ടുള്ള ഒരു രീതി വേണം. അതിനെ നല്ലപോലെ പരിപാലിച്ച് അതിന് ഫുഡൊക്കെ കൊടുത്ത് അതിനെ താലോലിച്ച് അതിന് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ വേണം എന്ന് തോന്നുന്നു ഈ എഴുന്നള്ളിപ്പിലൊക്കെ നിൽക്കാൻ. അതുകൊണ്ട് ഈ താലപ്പൊലിക്കൊക്കെ പോകാൻ എനിക്ക് പേടിയാണ്. പണ്ട് എനിക്ക് അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ വരെ പേടിയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു പേടിയില്ല ഒന്നിനും. അയ്യോ ഗണപതി ഭഗവാനാന്നും പറഞ്ഞ് അതിൽ ഇങ്ങനെ പോയി നിൽക്കും. അതേപോലെ ഒരു പ്രാവശ്യം അമ്മച്ചി എവിടെയോ പോയപ്പോൾ അനുജൻ്റെ കൂടെ ഏതൊരു ടൂറിന് പോയപ്പോൾ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. മൂന്നാറിലെന്ന് എനിക്കുള്ളൂ, തേക്കടിയിൽ. ആ ആനയുടെ അടുത്ത് പോയിട്ട് ആനയെ കൊണ്ട് അനുഗ്രഹിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്തോ ചെയ്ത് തലയിൽ ഇങ്ങനെ വന്ന ആന കുത്തിയിട്ട് അമ്മ പറയും അങ്ങ് താഴ്ന്നു പോയിന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയ്ക്ക് അതിനുള്ള ഇതല്ലേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നിർത്തുക, ദൂരെ നിൽക്കുക. ഒരു 10 അടി എത്ര ദൂരമാണോ നിൽക്കാൻ പറ്റുക അത്ര ദൂരത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തൂടെ. ഇതൊന്നും നിർത്തരുത്. എനിക്ക് നിർത്താനൊക്കെ പറയാനായിട്ട് അത് എളുപ്പമല്ല, അത് നല്ലതല്ല. ബട്ട് എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് വേണം. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് പടക്കങ്ങൾ പറ്റില്ലായിരിക്കും. എന്തോ ഒരു പടക്കവാ പൊട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ പടക്കത്തിനോട് താതാമ്യം പ്രാപിക്കാൻ അതിന് 2-3 ദിവസം മുമ്പേ പടക്കം പൊട്ടിക്കുന്ന സ്ഥലത്തൊക്കെ നിർത്തി അങ്ങനെയൊക്കെ ആയിരിക്കും വേണമെങ്കിൽ തൃശ്ശൂർ പൂരത്തിനൊക്കെ കൊണ്ടുവരുന്നത് അല്ലേ, അറിയില്ല. ഇത് ഇങ്ങനെ കണ്ടു. അപ്പോൾ ആ വീട്ടിലെ കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ഇട്ടിരിക്കുന്നത് യുവാവിന്. ശരി, ഇന്നതൊരു ഷോർട്ട് ടോപ്പിക്കും കൊണ്ട് വന്നാണ്. ആന ഗണപതിയുടെ തലയുണ്ടെന്നേ ഉള്ളൂ. ആന ഒരു മൃഗമാണ്, അതും ഒരുപാട് വലിയ മസ്തിഷ്കമുള്ള മൃഗം എന്ന് ഓർത്ത് നമ്മളൊരു കൈപ്പാടകലെ നിന്ന് നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ
നോക്കണം. ആനയുടെ നല്ല കഥകൾ ഞാൻ വായിച്ചതുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ഒക്കെ ആനയുടെ കഥയാണ്. നിങ്ങളതിലേക്കൊന്ന് പോയി നോക്കൂ. അപ്പോൾ ശരി, ഇന്നത്തെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ മൃഗങ്ങളെ നമ്മുടെ മനസ്സുപോലെ ട്രീറ്റ് ചെയ്യരുത്. ഒരു കഥ കൂടെ പറയാം. ആനയെ പറ്റിയും പറഞ്ഞ സ്ഥിതിക്ക് ഇനിയൊരു കഥ പറയാം. കഥയല്ല, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മെക്കാവു എന്ന് പറയുന്ന ഒരു കുരങ്ങ് ഒരു ടോയിനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന റീൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആ ടോയ് ജപ്പാനിലാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞു കുരങ്ങിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എന്താ പറയണേ, സൂക്കാർ കൊണ്ടുവന്ന് വളർത്തുക. ഒരമ്മ ഉപേക്ഷിച്ചതെങ്ങാണ്ട് അതിൻ്റെ അമ്മ മരിച്ചു പോയോ ഉപേക്ഷിച്ചോ എന്തുവാണ് അതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അതിന് ഭയങ്കര ലോൺലിനെസ് ആയിരിക്കുമല്ലോ എന്നും പറഞ്ഞ് ഇവർ ഒരു ടോയ് കൊണ്ട് കൊടുത്തു, ഐക്യെന്ന് മേടിച്ചതെങ്ങാണ്ട്. അതിനെ വെച്ച് അത് കളിക്കുകയും അതിനെ ഉമ്മ വയ്ക്കുകയും അതിനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു വീഡിയോ അവർ പുറത്ത് വിട്ട്, ആ ജപ്പാനിലെ സൂക്കാർ പുറത്ത് വിട്ടു. ഐക്യ കമ്പനി ഈ മക്കാവിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഇനിയൊരു കുരങ്ങൻ്റെ ഒരു രൂപമാണ്, സോഫ്റ്റ് ടോയാണ്. അത് കുറേ കൊണ്ടുവന്ന് ഈ സൂവിലേക്ക് കൊടുത്തു. അങ്ങനെ സൂ ഫേമസായി, മക്കാവു എന്ന് പറഞ്ഞാൽ കുരങ്ങ് കുഞ്ഞ് ഫേമസായി, ടോയും ഫേമസായി. ആ ടെഡി ബെയർ പോലെ ആ ഫ്ലഫി ആയിട്ടുള്ള കുരങ്ങിൻ്റെ ടോയ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്ന അയ്യോ എല്ലാ കുരങ്ങന്മാർക്കും ഉണ്ടോ ഡിപ്രഷൻ? എൻ്റെ ദൈവമേ, ദാറ്റ് ഈസ് നോട്ട് ദ വേ ടു കമ്പയർ യുവർ ലൈഫ് വിത്ത് ദറ്റ് മക്കാവു. എന്താണെന്നറിയോ, മക്കാവുവിൻ്റെ ഞരമ്പുകളിൽ വേറെ തരത്തിലുള്ള തോട്ട്സ് ആയിരിക്കും. അതൊന്നും നമുക്ക് ഡിവൈർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾ ആ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, ആ മങ്കിയുടെ ആക്ട് കണ്ടിട്ട് അയ്യോ അത് ഡിപ്രഷനിലാണെന്നൊന്നും പറയില്ലേ. അതൊക്കെ ഒരു മങ്കി ബിഹേവിയറാണ്. വലിയ മങ്കികൾ അതിനെ അടിച്ചോടിക്കുന്നു, അതിനെ കൊണ്ടിട്ട് ആളുകൾ ഇരുന്ന് കരയുന്നു. ആളുകൾക്ക് എന്തെങ്കിലും കാരണം വേണം അല്ലേ ഡിപ്രഷനിലാവാനായിട്ട്. സോ പറഞ്ഞു എന്ന് മാത്രം. മൃഗങ്ങളെയും മനുഷ്യരെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കോഴികൾ കണ്ടിട്ടില്ലേ, ഒരുവിധം ആയി കഴിയുമ്പോഴേക്കും പെടക്കോഴി കുഞ്ഞുങ്ങളെ അങ്ങ് കുത്തി ഓടിക്കും. അതിൻ്റെ കുഞ്ഞല്ലാത്തതുകൊണ്ടല്ലല്ലോ, സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയില്ലേ. ജിറാഫ് അത് പെറ്റി വീഴുമ്പോഴേക്കും ഒരൊറ്റ തൊഴി കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ എണീറ്റ് ടിക്കടാന്ന് ഓടും. എന്നാലാണ് അതിന് എണീറ്റ് ഓടാൻ പറ്റുള്ളൂ, ഇത്ര നീളമുള്ള കാലുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. എല്ലാവരും എൻ്റെ ടോക്സൊക്കെ എൻജോയ് ചെയ്യണവർ കമൻറ്റ് അടിക്കൂ. പിന്നെ കുഞ്ഞു കാര്യങ്ങൾ പെക്ക് ചെയ്തതിൻ്റെ അടിയിൽ വന്ന് പറയല്ലേ, എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല. ജോളി ദേവ് പ്ലീസ്. ഓക്കെ ശരി കേട്ടോ. ബഹുജനം പലവിധമല്ലേ, അതൊന്നും നമുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷെ പറഞ്ഞു എന്ന് മാത്രം, നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർ അറിഞ്ഞോട്ടെ അല്ലേ. കുഞ്ഞു ചാനലല്ലേ എൻ്റേത്. അപ്പോൾ ശരി, നാളെ വരാൻ നോക്കാട്ടോ. ഉറപ്പില്ല, മുടിയൊക്കെ ഒന്ന് പോയിട്ട് ശരിയാക്കിയിട്ട് വരട്ടെ. ഇന്നിപ്പോൾ കഴുകി ഇങ്ങനെ വെച്ചേക്കണോണ്ട് നിങ്ങളധികം കാണില്ല. കാരണം ചേച്ചിയുടെ മുടിയൊക്കെ നരച്ചു പോയി കളർ ചെയ്യുമെന്ന് പറയും എല്ലാവരും. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ ഐ വിൽ ജസ്റ്റ് കം ആഫ്റ്റർ ഡൂയിങ് ഓൾ ദി മേക്കപ്സ്. ബൈ.